ശീലിക്കാത്തൊരു കുഞ്ഞ് നാളെ ഒരു സമയത്ത് കുറച്ചുകൂടെ വളർന്നതിന് ശേഷം, ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പുറത്തുമൊക്കെ പോവുകയാണ്, വിദേശത്തൊക്കെ പോയി കഴിയുമ്പം എല്ലാ ദിവസവും ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ വിദേശത്തേക്ക് പോകുന്നവരുടെ എല്ലാ സാക്ഷ്യങ്ങളും അനുദിനം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ഈ ഒരു സാമൂഹിക സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും പുറത്തൊരു ബെറ്റർ ലൈഫ് ആഗ്രഹിച്ച് പോവാം. അവിടെ ചെല്ലുമ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഓടി ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അവർ ഉടമ്പടി എടുക്കുന്നുണ്ട്, ആ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കും. അപ്പം നമ്മളവരോട് പറയും, കൊച്ചിനോട് ബൈബിൾ വായിക്കണമെന്ന് പറയണം, കൊന്ത ചൊല്ലണമെന്ന് അവനോടൊന്ന് വിളിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അച്ഛൻ ഞാൻ പറയാറുണ്ട്, പക്ഷെ അവനെ ബൈബിൾ വായിക്കാനും കൊന്ത ചൊല്ലണം പറ്റണില്ല. കാരണം അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, അപ്പോൾ കുഞ്ഞുനാളിലെ ബൈബിളും കൊന്തയൊക്കെ ചൊല്ലുമായിരുന്നു. കുഞ്ഞുനാളിൽ കൊച്ചിൽ ചൊല്ലുമായിരുന്നു. പിന്നെ അവൻ കുറച്ച് പഠിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ട്യൂഷനൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. പിന്നെ അവൻ പ്രാർത്ഥിക്കും വച്ചാ എന്ന് പറയും. അതായത് കുഞ്ഞുനാളിലെ ഒരു കുറച്ച് നാളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഈ പ്രാർത്ഥിച്ചും കൊന്ത ചൊല്ലിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടണമെന്നും ഇല്ലല്ലോ. ട്യൂഷന് പോകണമെങ്കിൽ മാർക്കെങ്കിലും കൈ കിട്ടുന്നുണ്ട്, ക്ലാസ്സിലെങ്കിലും ഒരു വില കിട്ടുന്നുണ്ട്. അങ്ങനെ ലോജിക്കായിട്ട് മാതാപിതാക്കൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പല സമയത്തും പല പള്ളിയിലും വിഷയം ഇതാണല്ലോ, ഞായറാഴ്ചത്തെ കുർബാന വേണം, ട്യൂഷൻ വേണം എന്നുള്ളത് എല്ലാ പ്രസംഗത്തിലെയും അച്ഛന്മാരുടെ വിഷയമാണ്. കാരണം മാതാപിതാക്കൾക്ക്, ചില മാതാപിതാക്കൾക്ക് കുഴപ്പമില്ല, പിള്ളേർ പഠിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ലോജിക്കിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പഠിച്ച് മേളിൽ ചെന്ന് കഴിയുമ്പം അവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം. കാരണം ഈ നീന്താൻ അറിയാത്തവർക്ക് ചാടറാന്ന് പറയണ കണക്കാ. ഇതൊരു ലേൺ ടു ഡ്രൈവ്, ലേൺ ടു സ്വിം എന്നൊക്കെ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ ഒരു ശീലമൊക്കെ ഉണ്ടാവണം. അതില്ലെങ്കിൽ ഭയങ്കര പാടാണേ. നമുക്ക് ഇപ്പോൾ ഡ്രൈവിങ് അറിയാവുന്നവർക്ക് ഇത്തിരി വലിയ വണ്ടിയാണെങ്കിലും ഒന്ന് കയറി എന്നൊക്കെ അത്യാവശ്യം ഒരു 2 റൗണ്ടൊക്കെ ഓടിക്കുമ്പോൾ കയ്യിൽ ഇതുവരെ ഇരുന്ന് പ്രാർത്ഥിക്കാത്ത, ഇരുന്ന് ജപമാല ചൊല്ലാൻ ശീലിപ്പിക്കാത്തൊരു കൊച്ചിനോട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ കൊന്ത ചൊല്ലടാന്ന് പറയുമ്പോൾ കൊന്ത എടുത്ത് കൈ പിടിച്ച് അവൻ്റെ കയ്യിൽ വഴുകി പോകുന്നതല്ലാതെ ഇവൻ അങ്ങോട്ട് ഗ്രിപ്പാവത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസം പോലെ ഈ ഒരു ശൈശവത്തിൽ കൊടുക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അത് കൊടുക്കാനായിട്ട് നമ്മൾ വിട്ടുപോയാൽ ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കാൻ പോകണം ഇപ്പോഴല്ല, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് മനസ്സിലാവും ഇവൻ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് ദൈവത്തെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ദൈവത്തിന് മുൻപിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്ത് തുടങ്ങണമെന്നുള്ളതാണ്. അതിനുള്ള ബുദ്ധിയും ബോധവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിട്ട് ആദ്യം വ്യാപരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ആദ്യം ഞാൻ ദൈവത്തെ കാണട്ടെ എന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്ന് പറയുന്നൊരു ഫിലോസഫിയും സൈക്കോളജി ഇതിൽ വർക്കൗട്ട് ആകത്തില്ല. കാരണം നമുക്ക് ഓൾറെഡി കർത്താവ് ഇവിടെ വന്നു, കർത്താവ് ആവശ്യത്തിലേറെ അനുഭവങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു, ആവശ്യത്തിലേറെ തെളിവുകളും രക്തസാക്ഷിതകളുമായിട്ട് ഒരു വലിയൊരു ട്രഷർ ഓഫ് നോളജ് ഓൾറെഡി ദൈവത്തിന് തിരുമുമ്പിൽ നമുക്ക് നൽകിയിട്ടുണ്ട്, വചനമായിട്ടും പാരമ്പര്യമായിട്ടും സഭയായിട്ടും പഠനങ്ങളുമായിട്ടും. ഇനി പിന്നെയും നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാലും നീ രക്ഷപ്പെടത്തുള്ളെന്ന് നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കാം. പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ പിന്നിൽ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ വേണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ലോകം മുഴുവൻ ക്രിസ്തുവെന്ന രക്ഷകനെ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ അനവധി അടയാളങ്ങൾ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടാവണമല്ലോ. എന്നാൽ ജപമാലയെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്, പരമ്പരാഗതമായിട്ട് ജപമാലയെക്കുറിച്ച് ഇന്നും ഈ ജപമാലയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും നല്ലോണം സാക്ഷ്യം പറയുന്നവരൊക്കെയും അക്രൈസ്തവരായിട്ടുള്ളവരാണെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കൃപാസനത്തിൽ കാണുന്ന മറ്റൊരടയാളം. ജപമാലയുടെ ശക്തിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരല്ല. ഇന്നും ജപമാലയെക്കുറിച്ച് കണ്ണുനീരോടെ പറഞ്ഞതും ഒരു ക്രിസ്ത്യനായിട്ടുള്ള ആളല്ല. ജപമാല 3-4 മാസത്തിന് മുമ്പ് മാത്രം പഠിച്ചൊരു വ്യക്തിയാണ് അംബിക എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഇന്നൊക്കെ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് നിൽക്കുന്നിടത്ത് തന്നെ ഒരുക്കിപ്പോയി. കാരണം ഇത്രയും സ്നേഹത്തോടെ ജപമാല ചൊല്ല എനിക്ക് പോലും പറ്റണില്ലല്ലോ എന്ന് ആലോചിക്കുന്ന രീതിയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ജപമാലയ്ക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന് ആ വ്യക്തി ഒരു ട്രൈ നടത്തി നോക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഈ ഒരു വിശ്വാസത്തിലുള്ളവർ സഹായിച്ചിട്ടുണ്ടാവും, അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ തിരുമുൻപിൽ ഇദ്ദേഹം നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്. ജപമാല ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ ചൊല്ലി നോക്കാം, യൂട്യൂബിൽ നോക്കി പഠിക്കണം. ആ ഒരു ആക്ഷൻ പ്ലാനിനെ ദൈവം കാണുന്നുണ്ട്. അതിനുശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ദൈവാനുഭവം ഉണ്ടാകുന്നതെന്ന് പറയണത്. ആ ദൈവാനുഭവമാണ് ഇവിടെ വന്നവർ പറയണത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ദൈവാനുഭവം ഉണ്ടാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തു നിന്നൊരു സ്റ്റെപ്പ് ഉണ്ടാവണം. അത് ഏറെ പ്രത്യേകിച്ച് അതൊരു പ്രാർത്ഥനയാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും ഇവിടെ ഈ പറയുന്ന ദൈവാനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് ഏത് മതത്തിലുള്ളവർ പറയുന്നത് എന്നാണ്, അവർ സ്റ്റെപ്പ് എടുത്ത് വെക്കണുണ്ടേ. ഇതുവരെ തുറക്കാത്ത ഷെൽഫിലിരുന്ന ബൈബിൾ ഞാൻ തുറന്ന് വായിച്ചു എന്ന് പറഞ്ഞാൽ സാക്ഷ്യം തുടങ്ങണം. അവർ സ്റ്റെപ്പ് എടുക്കണുണ്ടല്ലോ.
ഇതുവരെ തുറക്കാത്ത ഷെൽഫിലിരുന്ന ബൈബിൾ ഞാൻ തുറന്നു വായിക്കണം. ഇതുവരെ തിന്ന പാത്രം പോലും കഴുകത്തില്ല ഞാനാണ് ആതിരാലയ സ്ഥലത്ത് പോയിട്ട് അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോയിരുന്നത്. ഒരു സ്റ്റെപ്പ് എടുക്കണുണ്ടല്ലോ. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളൊരു ഫസ്റ്റ് പ്രമിസ് വെച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ദൈവം എടുത്തോളും. അതാണ് രണ്ടാമത്തെ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദൈവം നമ്മളെ സെലക്ട് ചെയ്യും. ഒരു ചെറിയ അനുഭവം, അത് എന്തുവാവാം, അതൊരു സ്വപ്നമായും കാറ്റായും അനുഭവമായും അവർ ചിലപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ പെട്ടെന്നുകൊണ്ടൊരു എയർ ലിഫ്റ്റായിട്ടും സംഭവിക്കാം. ദ തേർഡ് എന്ന് പറയുന്നതാണ് ഒരു മിഷൻ. ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നത്. അതും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാണ്. അതായത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ദൈവം നമ്മളെ സെലക്ട് ചെയ്ത് തുടങ്ങി. അതിന് ഒരു സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പം ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കോളേജ് അധ്യാപകനാണെന്ന് പുള്ളി പറഞ്ഞത്, എനിക്കിപ്പോൾ ജപമാല ജിലേബി തിന്നുന്ന പോലെയാണ് തോന്നണേന്ന് പറഞ്ഞത്. ആദ്യം ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങത്തില്ലായിരുന്നു. ജിലേബി തിന്നണ പോലെ അത്രയും സുഖമായിട്ട് ജപമാല. ഇതൊരു സെലക്ഷൻ്റെ ഒരു സിംറ്റമാണ്, അല്ലെങ്കിൽ സെലക്ഷൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചിലർ പറയും 10 മിനിറ്റ് ബൈബിൾ തുറക്കാൻ തന്നെ പാടായിരുന്നു, 50 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും. പണ്ട് കുഞ്ഞുങ്ങളുള്ള നേരത്ത് ബൈബിൾ തുറക്കത്തില്ലായിരുന്നു, സമയമില്ലല്ലോ. ഇപ്പോൾ 50 മിനിറ്റ് ഞാൻ എങ്ങനെയാണെങ്കിലും രാത്രിയാലും കണ്ടെത്തും. കാര്യം അവർക്ക് മനസ്സിലായി, ഈ വചനം ഉണ്ടല്ലോ, നിൻ്റെ വചനം തേൻ പോലെ മധുരിക്കുമെന്നൊരു വചനമുണ്ട്. കാരണം ഈ വചനത്തിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഈ പ്രോസസ്സിങ്ങിൽ ദൈവം അവർക്കൊരു അഭിഷേകം കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മുടെ തന്നെയാണ്. കാരണം നമ്മൾ ഇതിലൊരു സത്യമുണ്ടോ എന്ന് അറിഞ്ഞ്, ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വിശ്വാസമില്ലാത്തവർ വന്ന് വിശ്വാസം കൊണ്ടുപോകുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു ഇടമാണ്. വെറുതെ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വരുന്നവരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറയുന്നൊരു ഇടമാണ്. ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വണ്ടി കയറാൻ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ അനുഭവം ഉണ്ടാകുന്ന ഇടമാണ്. അപ്പോൾ അങ്ങനൊരു പിതാവിനാൽ, യോഹന്നാൻ്റെ 6:44 പിതാവിനാൽ ആകർഷിക്കപ്പെടാനല്ലാതെ ആരും വരത്തില്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുമ്പം നെക്സ്റ്റ് ദൈവം അതിനെ ആശീർവദിച്ച് ദൈവം അതിനൊരു കൺഫർമേഷൻ തരും. വിശ്വാസം കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ നമ്മൾ തുറക്കുന്നൊരു വചനമായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു അനുഭവമായിരിക്കും. ഈവൻ എ സ്റ്റാറ്റസ് ക്യാൻ ബി എ സൈൻ ഓഫ് ഹിസ് ലവ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മനസ്സും തുറന്നു വരും. അതുകൊണ്ടാണ് ചില സാക്ഷ്യങ്ങൾ തീരുന്നില്ല. അവർ കുടിച്ച വെള്ളം തൊട്ട് അവസാനത്തെ ടിക്കറ്റ് വരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനൊരു മനസ്സിങ്ങനെ തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഷനാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിനു മുമ്പിൽ നീതിയോടും പുണ്യപ്രവൃത്തിയോടും വ്യാപരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യപ്പെടുന്നു, മാലാഖ ചെല്ലുന്നു, ഒരു വ്യക്തി ചെല്ലുന്നു, ഒരാൾ ഇടപെടുന്നു, നമ്മുടെ കാര്യം പെട്ടെന്ന് ലിഫ്റ്റ് ആവുന്നു, ആ കാര്യം ഫുൾഫില്ലാവുന്നു. തേർഡ് സ്റ്റെപ്പ് വാട്ട് ഈസ് നെക്സ്റ്റ്. അത് കാര്യം നടന്നു കഴിയുമ്പം പറയുന്ന കണക്ക് പാലം കടന്നു കഴിയുമ്പോൾ നാരായണ എന്ന് പറഞ്ഞ് പാലം കടന്നു കഴിയുമ്പോൾ കുരാണ എന്ന് പറയുന്ന കണക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ഓപ്ഷനാണ്. വേണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന മിഷനെ ഇട്ടിട്ട് പോകാം, രണ്ടാമത്തേത് അതിൽ നിലനിൽക്കാം. ഇന്നത്തെ സാക്ഷ്യം അത് തന്നെ. കാര്യങ്ങളെല്ലാം നടന്നു, കല്യാണം കഴിഞ്ഞു, നല്ല അമ്മായിയമ്മ, നല്ല കുടുംബം, നല്ല ജോലി. പിന്നെ ഞാൻ ഓർത്ത് ഉടമ്പടിയുടെ ആവശ്യം എന്താ? അത് കറക്റ്റാണ്. നല്ലതായിട്ട് വരുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പ്രശ്നം വരുമ്പോൾ ദൈവം മതിയല്ല. അപ്പോൾ എന്താ പ്രശ്നം? ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനല്ലല്ലോ ദൈവം. പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വെല്ലടി. അപ്പോൾ ഈ ഒരു യുക്തി മനുഷ്യനിലുണ്ട്. ഇത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഈ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് ഒരാൾ തിരിച്ചു വരുമ്പോൾ കർത്താവ് ചോദിക്കണം, ബാക്കി 9 എവിടെ? ഇത് തന്നെ സംഭവം. 10 പേരെ സുഖപ്പെടുത്തി ഒരാളെ തിരിച്ചു വരത്തുള്ളൂ. 10⁻1 എന്ന കണക്കിൽ പോകുമ്പോൾ കണക്കെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പിൽ നന്ദിയോടുകൂടി ദൈവത്തിന് മുമ്പ് വ്യാപരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു മിഷൻ നമുക്ക് നൽകും. ആ മിഷൻ്റെ കാര്യവും അത് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഒരു ഭാഷ പറഞ്ഞ ഒരു പ്രോ എന്ന് പറയുന്ന ലെവലാണ്. അത് ചിലർ ഇവിടെ സാക്ഷ്യം പറയും. ഇന്നലെ മിനിഞ്ഞാന്നൊരു അമ്മയ്ക്ക് ഒരു 64 വയസ്സാണ്. അമ്മ പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ഒരു അമ്മമാർക്കും ഞാൻ പത്രവും കൊടുക്കത്തില്ല, കാശിരൂപം കൊടുക്കത്തില്ല. എനിക്കറിയാം അതുങ്ങൾ അവിടെ വായിച്ചിട്ട് അവിടെ തന്നെ വെക്കും. ഞാനിപ്പോഴേ യുവാക്കന്മാരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ ചിരിക്കുകയാണ്. കാരണം അമ്മ ഞാൻ സാക്ഷി നല്ലോണം പറയുന്ന പോലും ഓർത്ത ആളല്ല. പക്ഷെ പുള്ളി പറയണത് യുവാക്കന്മാരല്ല അച്ഛാ ഇനി നാടിനെ കൊണ്ടുപോകേണ്ടത്, അവന്മാർക്ക് ദൈവത്തെ കിട്ടിയിട്ട് കാര്യമുള്ളത്, ബാക്കിയുള്ളവർ കിട്ടിയിട്ട് കാര്യമില്ലെന്നല്ല. കുറച്ചും കൂടെ സൃഷ്ടാവെ നീ യൗവനത്തിൽ സ്മരിക്കുക എന്നുണ്ടല്ലോ, സൃഷ്ടാവിനെ സ്മരിക്കുക എന്നുള്ളത്. നമ്മൾ ഈ 65 വയസ്സ് എഴുതിയതിൻ്റെയൊക്കെ പിന്നിൽ കാരണം ഓൾറെഡി പ്രാർത്ഥിച്ച് ഒതുങ്ങിയവരെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ദൈവത്തിന് വേണ്ടി ഓടി നടക്കാനായിട്ട് കുറച്ചും കൂടെ സാധ്യതയുള്ളവരെ ദൈവം സെലക്ട് ചെയ്യുന്നത് കുറേ ഇതാണല്ലോ. കർത്താവ് പത്രോസിനെ എല്ലാവരും സെലക്ട് ചെയ്ത് അയക്കുമ്പോഴും ഒരുപാട് മക്കളും കൊച്ചുമക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. മറ്റവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പിള്ളേർ ഇപ്പോൾ സാക്ഷ്യം പറയാനുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ചിലർ പറയാറുണ്ടല്ലോ, എനിക്ക് രാത്രിയിൽ അമ്മ മാതാവെന്ന് പറഞ്ഞു, ഇനി തൊട്ട് നീ ഇറങ്ങാൻ നേരത്തെ നീ അപ്പുറത്തെ വീട്ടിൽ വറീത് ചേട്ടൻ ഇങ്ങനെ ഒരു ഫോക്കസ് കൊടുക്കണം. അവർ കാണുന്ന കാഴ്ചയിൽ ഇനി നീ അവിടെ പോയി മാത്രം ശുശ്രൂഷ ചെയ്താൽ മതി. അപ്പോൾ ഈ അവിടെ പോയി ചെന്ന് ചോദിക്കുക. ചിലർ കടപ്പുറത്ത് ഈ കടലെടുക്കിൻ്റെ ഇടയ്ക്കിൽ കുറേ പിള്ളേരിരിപ്പുണ്ട്, നീ അവരുടെ പോയി
കാര്യം പറഞ്ഞാൽ മതി. ഇന്നൊരു കോളേജ് അധ്യാപകനാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയണത് എനിക്ക് പറഞ്ഞതെന്നറിയോ, എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അധ്യാപകരാണ്. അവൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഗവൺമെൻറ് കോളേജ് ജോലി കിട്ടിയതാണ് സാക്ഷ്യം. ഈ 2-3 ദിവസത്തിനുള്ളിൽ അത് വരും. പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നല്ല പഠിപ്പുള്ളവർ, അവർക്ക് ദൈവത്തെ വേണ്ട. കാരണം നിരീശ്വരവാദികളാണ് കൂടുതലും. അവരെ വാക്കുകൊണ്ട് നമുക്ക് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്കൊരു തുറവില്ലല്ലോ. പക്ഷേ എൻ്റെ ജീവിതം കണ്ടിട്ട് ഇന്ന് അവിടെ നിന്ന് ഒരു 3-4 പേരെങ്കിലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ആ കോളേജിലെ അധ്യാപകരുടെ കൂട്ടത്തിൽ. എൻ്റെ ജീവിതം ഞാനവരോട് തർക്കിക്കാൻ പോകത്തില്ല, പക്ഷേ എൻ്റെ ലൈഫ് വെച്ച് ഞാനവർക്ക് പ്രൂവ് ചെയ്യും ദർ ഈസ് സംബഡി ബിയോണ്ട്, ദർ ഈസ് സംതിങ് ബിയോണ്ട്, ആൻഡ് അത് ദൈവമാണെന്ന് പറയാനായിട്ട് ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തീക്ഷ്ണതയിലേക്ക് ഒരു വ്യക്തി കടന്നു വരാനായിട്ട് ഈ ഉടമ്പടി സഹായിക്കുന്നുണ്ട്. ഇവിടെ ഉടമ്പടിയെ പ്രൊമോട്ട് ചെയ്ത് എല്ലാ ആൾക്കാരും എല്ലാ ധ്യാനകേന്ദ്രങ്ങളും വിട്ട് ഇങ്ങോട്ട് വരണമെന്നുള്ളതൊന്നുമല്ല ആഗ്രഹം. ദൈവം നമ്മളോടൊപ്പം ജീവിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, കൺക്ലൂഷൻ പറയാനായിട്ട് ഒരു ഇൻ്റർനാഷണലായിട്ട് ഒരു ദൈവികമായൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ അച്ഛനെ കാണാനായിട്ട്, അച്ഛൻ ഇസ്രായേലിൽ പോകുന്ന ബുക്ക് ചെയ്യാനായിട്ട് ഇസ്രായേലിൽ നിന്ന് ഒരു അച്ഛനോട് വന്നിട്ടുണ്ട്, ഇസ്രായേലിൽ ധ്യാനം ബുക്ക് ചെയ്യാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും തമ്മിൽ ഇസ്രായേലിലൊക്കെ ആവശ്യത്തിലേറെ മലയാളികൾ ഉടമ്പടി എടുത്തവരുണ്ട്, എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാം, അച്ഛാ ഉടമ്പടി എടുത്തവർ പള്ളി വരുന്നുണ്ട് കേട്ടാ, അവിടെ എന്തെങ്കിലും യൂണിറ്റായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. അതായത് ഉടമ്പടി നിങ്ങൾ ഇവിടെയാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആഗോളമായിട്ട് ഇരിക്കുന്ന ഇടങ്ങളിലും, അത് ഏത് നാട്ടിൽ നിന്നുള്ളൊരു സാക്ഷ്യം പറയുമ്പോഴും. അയർലൻഡിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പോയതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബ്രദറും ജയേഷും ഒക്കെ പോയതിന് ശേഷം പറഞ്ഞത് അയർലൻഡിലെ സായിപ്പച്ചന്മാർ വരെ നന്ദി പറഞ്ഞെന്നാണ്. കാര്യം എന്താണെന്നറിയോ, അവിടെയുള്ള ആൾക്കാർ എല്ലാ ദിവസവും പള്ളി പോകാനായിട്ട് ആളെ കാണും, വരുന്നവർ മുഴുവൻ മലയാളീസാണ്. അപ്പോൾ മലയാളികളോട് ചോദിക്കും, നിങ്ങളെന്താണ് ഇതുവരെ പള്ളി വരാതില്ല? അതെ, ഞങ്ങൾക്ക് ഉടമ്പടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിങ്ങനെ ഒരു ചർച്ചയാവുന്നു. കാരണം ആളുകൾ വിശ്വാസത്തിലേക്ക് തീക്ഷ്ണതയോടെ കടന്നു വരുന്നത് ദൈവം കൂടെ ഉള്ളതുകൊണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ ഈ സംസാരിക്കുന്നത് ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരോടും ഉടമ്പടി എടുത്തവരോടുമാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തു നിന്നാണ്. ദൈവം നൽകിയിട്ടുള്ളൊരു നിധിയുണ്ട്, ബൈബിൾ നിധിയുണ്ട്, പാരമ്പര്യം നിധിയുണ്ട്, കുടുംബ പ്രാർത്ഥന. ആദ്യം അതിലൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് പങ്കെടുക്കുക. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു എക്സ്ട്രാ, അതാണ് ഉടമ്പടിയിൽ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാരുണ്യ പ്രവർത്തനം, പരിശുദ്ധ പദ്ധതി, അതിലും ഒന്ന് പങ്കെടുക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ദൈവം തന്നെ ദൈവം ഉണ്ടെന്ന് നമുക്ക് തെളിയിപ്പിച്ച് തരും. അതിനുശേഷം ദൈവം തന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമുക്ക് കാണിച്ചു തരും. അവിടെയും കൂടി നമ്മൾ ക്ലിക്കായിട്ട് നിൽക്കുവാണെങ്കിൽ ദൈവം, മാതാവ് പറയുന്ന പോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. ഇന്ന് ഈ കൃപാസനം ഇന്ന് ലോക പ്രശസ്തമായിട്ട് ഇന്ന് അറിയപ്പെടുന്നതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് വായിക്കുവാൻ താല്പര്യമുള്ളവർക്കെല്ലാം ആ ചരിത്രം ഇവിടെ ഉണ്ട്, അച്ഛൻ എഴുതിയ. നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നിൽ നിന്ന് ഇത്രയും ആളുകളിലേക്ക് ഈ കൃപാസനം എത്തിച്ചേരുവാനായിട്ട് ഇടവന്ന ഒരു സാഹചര്യം. അതിൻ്റെ എല്ലാം പിന്നിൽ ഇതുപോലെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ദൈവം സെലക്ട് ചെയ്തു. അതിന് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സെലക്ഷൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ സ്ഥലത്തെ ഇടത്തെ ആ പറയുന്ന ജോസഫ് അച്ഛനെ, വ്യക്തിയെ, ഈ മിഷനെ ദൈവം സെലക്ട് ചെയ്തുവെന്ന് മാലാഖമാരെ വെച്ച് അറിയിക്കുന്നതിന് പകരം അമ്മ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തേത് മിഷൻ. ആ മിഷനാണ് കവനൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥനയുടെ സിസ്റ്റം. അപ്പം ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ. ഉടമ്പടിയിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആദ്യം നമുക്കൊന്ന് ഇറങ്ങിത്തിരിക്കാം. ഫസ്റ്റ് സ്കൂളിലേക്ക് ചെന്ന് ഇരിക്കുക, ആദ്യം ടീച്ചർ പറയുന്നൊന്ന് കേൾക്ക്, ആദ്യമൊക്കെ കുറച്ചൊക്കെ പഠിക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകും. വീട്ടിൽ ഇരുന്നിട്ട് എല്ലാം വീട്ടിലേക്ക് വരട്ടെ. മടി അലസതയും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആത്മീയതയിലും ഇതുപോലെ തന്നെ തുടക്കവും അവസാനവും ഒരുപോലെ തന്നെ ഇരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രായം കൊണ്ട് വളരുമായിരിക്കും, ആത്മീയതയിൽ ഇപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെ ദൈവം ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പോവാം എന്ന രീതിയിൽ നമ്മുടെ ആത്മീയതയും ശൈശവത്തിലായിപ്പോവും. ഇത് ഓരോ സ്റ്റെപ്പും വളരേണ്ട. കർത്താവും പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാലാണ് ആവശ്യം, നിങ്ങൾ ആത്മീയതയിൽ കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത ഈ സമയത്തുണ്ടാവട്ടെ. ഉടമ്പടി എന്തായാലും ദൈവം നൽകിയൊരു അവസരമാണ്. നമുക്കിത് ശക്തമായിട്ട് വിനിയോഗിക്കാം. നമുക്കൊരു നിമിഷമുള്ള കണ്ണുകളടച്ച് ഈ പറഞ്ഞ ചിന്തകളും ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എടുക്കുന്ന സ്റ്റെപ്പ്, അത് എക്സ്ട്രാ നടത്തുന്ന പ്രാർത്ഥനയാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും, ദൈവമേ എന്നെ ആശീർവദിച്ച് എന്നെ അങ്ങ് തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവിക ആശീർവാദം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ നിയോഗങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും മറ്റു വ്യക്തികളുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ശിഷ്ടകാലം ജീവിക്കുവാനായിട്ട് ആവശ്യമായ ആത്മീയ ഊർജം, ശക്തി, കൃപ, അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമപ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം: നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർഡാൻ നദിയിൽ വെച്ച് യോഹന്നാൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു എന്നതിൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ഡാർവിൻ സജിൻ, മലപ്പുറം. മാതാവിൻ്റെ സംരക്ഷണം, ജോലിയിൽ ഉയർച്ച, കേരളത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതിന്. ബിൻസി ജോസഫ്, പുത്തമ്പുരയ്ക്കൽ, പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കുന്നതിന്. അരവിന്ദാക്ഷൻ, നൂറനാട്, 8 വർഷമായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും സ്ഥിരമായ ജോലി വരുമാനം കടബാധ്യതകൾ തീരുന്നതിനും. വിൻസെൻ്റ്, കൊല്ലം, സഹോദരൻ്റെ വിവാഹത്തിൻ്റെ കേസ് പെട്ടെന്ന് തീർന്ന് പുറത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പപ്പായുടെയും അമ്മയുടെയും ആരോഗ്യത്തിന് വേണ്ടിയും. ഷീല മാത്യു, എൻ്റെ കൊച്ചുമകളുടെ ജനിതക രോഗം പൂർണ്ണമായും മാറുന്നതിന്. എൻ്റെ കൊച്ചുമകൻ മിടുക്കനായി വളരുവാൻ എൻ്റെ കണ്ണിൻ്റെ വെട്ടൽ പൂർണ്ണമായും മാറുന്നതിന്. ടിൻഡു ഡോബിൻ, വാരണം. ടിൻഡുവിന് അമ്മ ഉദരത്തിൽ തന്നിരിക്കുന്ന 2 കുഞ്ഞുങ്ങളും
പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഡിസംബർ മാസത്തിൽ ജനിക്കുന്നതിനും ലീലാമ്മയുടെ മുട്ടുവേദന മാറുന്നതിനും റോസിൻ്റെയും ജെസ്സിയുടെ വിവാഹം ജനുവരി 21 നടക്കുന്നതിനും ജോബി ഇപ്പോൾ ചെയ്യുന്ന ജോലി സ്ഥിരമാകുവാനും നല്ല ശമ്പളം ലഭിക്കുവാനും ഷൈനി ഡാർഫിൻ CBT എക്സാം പാസ്സാകുന്നതിനും PSCയിൽ ആകുന്നതിനു വേണ്ടിയും ഷൈനി ഡാൽഫിൻ ഇടുക്കി UK-യിൽ സ്ഥിരമായ വീട് ലഭിക്കുവാൻ, എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, മമ്മിയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ബാബു ഫിലിപ്പ് മകളുടെ പരീക്ഷ വിജയിക്കുന്നതിനും സഹോദരൻ മാനസാന്തരത്തിലെത്തുന്നതിനും വിദേശത്ത് പോകുവാൻ തേങ്ങുന്ന മകൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുവാനും സാറ റുബിൻ കോതമംഗലം PR വൈകുന്നതിൻ്റെ പേപ്പർ ശരിയായി ഈ വർഷം PR ലഭിക്കുവാൻ, വിജയ കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കുവാൻ, അനിയത്തിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ, ഐഷ മരിയ ഈരാൻ ബോസ് പെരിയാർ വേലി ജോലിക്ക് ആവശ്യമായ NOC സെക്കൻഡറാബാദിൽ നിന്നും ലഭിക്കുന്നതിന് ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ജിബി ഇലഞ്ഞിക്പാല മോൾ ജിസായ്ക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിക്കുന്നതിനും എൻ്റെ വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയും സ്ഥലം വിൽപ്പനയുടെ തടസ്സം മാറുന്നതിനും സ്ഥലം വിൽക്കുന്നതിനും വേണ്ടിയും കുര്യൻ ആൻ്റണി പാതിരാപ്പള്ളി എൻ്റെ മകൻ ഇറ്റലിയിൽ നല്ല ശമ്പളത്തോടെ കൂടി ജോലി ലഭിക്കുവാനും അവൻ്റെ അടിവയറ്റിലുള്ള വേദന മാറ്റിക്കൊടുക്കണം അമ്മേ, കുടുംബത്തിലെ കടങ്ങൾ തീരുവാനും രമ്യ അറയ്ക്കൽ തൃശ്ശൂർ KSRPSC ടെസ്റ്റ് 2 പേപ്പർ പാസ്സായി പ്രമോഷൻ ഡിക്ലെയർ ചെയ്യുവാനും ഭർത്താവും അമ്മയുമായി സഹകരിച്ച് കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതിനും അനന്യ മോൾക്ക് ഹൃദയത്തിൽ ASD എന്ന രോഗം പൂർണ്ണമായും മാറുന്നതിനും സർജറി ഒഴിവാക്കുന്നതിനും ഓമന റോസി AJ കോളനി റോഷിൻ വിശാലിന് നല്ല സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാകുന്നതിനും റോഷിൻ നല്ല ആരോഗ്യവും ആയുസ്സും കിട്ടുവാൻ പ്രാർത്ഥിക്കണം. കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി അമ്മേ മാതാവേ ഈ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജമാൽ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി തന്നെ അത്ഭുത പ്രവർത്തികളുടെ ആരംഭം കുറിക്കുകയും അവിടെ കൂടിയിരിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിച്ചൊല്ലണമേ. ആമേൻ. ആൽഫിറോയി ഷാർജയിലെ ജോലി സ്ഥിരപ്പെടുത്തുന്നതിനും പങ്കാളിയുടെയും കുഞ്ഞിൻ്റെ അടുക്കൽ എളുപ്പം എത്തുവാൻ വേണ്ടിയും ഉടമ്പടിയിൽ വിശ്വസ്തതയിൽ നിലനിൽക്കുന്നതിനും വേണ്ടിയും ബിന്ദു PL ചേരുകളേൽ, മാതാവേ, എൻ്റെ മകൾക്ക് SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടാൻ കൃപയുണ്ടാകണം. അവളുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണം. എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിലെ പഴുപ്പ് മാറ്റിത്തരണമേ. ഞങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങളുടെ പേരിൽ എഴുതി തരണമേ. അഞ്ചുമോൾ സൈജു കൊല്ലം വിസ തടസ്സമില്ലാതെ കിട്ടുന്നതിന്, എക്സാം പാസ്സാകുന്നതിനും കുഴപ്പമൊന്നുമില്ലാതെ അയർലൻഡിൽ പോകുന്നതിനും. എലിസബത്ത് ജോയി ആൽബിൻ ജോയി പഠനം SSLCയിൽ നല്ല മാർക്ക് വാങ്ങുവാൻ, ആൽബിൻ എക്സാം പാസ്സാകുന്നതിന്, ജോയിയുടെ അസുഖം മാറുന്നതിന്. മേരി ദേവസ്തിക്കുട്ടി മുത്തേലി ആനപ്പാറ മകളുടെ വിവാഹം നടക്കുന്നതിന്, ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന്, മകന് ജോലി ലഭിക്കുന്നതിന്. മേരി ആൻ്റണി തോട്ടക്കര ആനപ്പാറ കടബാധ്യതകൾ മാറുന്നതിന്, മകൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടുന്നതിനും സ്ഥലം വിൽക്കുന്നതിനും. ആനി ദേവസ്തി മുത്തേലി ആനപ്പാറ മകളുടെ ബ്ലീഡിങ് മാറിക്കിട്ടുന്നതിനും. UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാൻ തലയിലെ താരൻ മാറിക്കിട്ടുന്നതിനും. മോളി രാജേന്ദ്രൻ തറനിലം ഹൗസ് പാറപ്പുറം മകൻ്റെ കാനഡയിലേക്കുള്ള വിസ തടസ്സമെല്ലാം മാറി ഭാവി സുരക്ഷിതമാക്കണമേ. എൻ്റെ മകൾ ജിയ BSc നേഴ്സിംഗ് പഠനം നല്ല രീതിയിൽ പൂർത്തിയാകുവാനുള്ള കൃപ നൽകണമേ. മകൾ ദൈവവിശ്വാസത്തിൽ വളരുവാനുള്ള കൃപ നൽകണമേ. അഞ്ജു ബേബി മാണിക്യത്തിൽ കൂവപ്പടി മങ്കുഴി UK ഇൻ്റർവ്യൂ പാസ്സാകാൻ 7 വർഷമായി ഒരു കുഞ്ഞിനെയും കൂടി ലഭിക്കുന്നതിന് വേണ്ടി. ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന്. രമ്യ ലിബിൻ തറനിലം പാറപ്പുറം ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് വേണം. എനിക്കും എൻ്റെ ഭർത്താവിനും വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നതിന് സാധിക്കണം. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു വീട് നിർമ്മിക്കുന്നതിന് സാധിക്കണം. റെജി ജോസഫ് തെക്കേ കുതിരവട്ടത്തിൽ ഏറ്റുമാനൂർ എൻ്റെ മകനെ മെയ് 18 മുമ്പ് ഓസ്ട്രേലിയയിൽ ജോലി ലഭിക്കാൻ. എൻ്റെ മകൻ്റെ HB നോർമലാകാൻ. എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് ഈ മാസം തന്നെ അമേരിക്കയിൽ പോകാൻ. മോളി വളയവനാട് റിൻഡു വലിയവനക്കൽ സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കുന്നതിന്.
മകളുടെ വിവാഹം നടക്കുവാനും ജോലി ലഭിക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി കടം നൽകിയ 4 ലക്ഷം രൂപ തിരികെ ലഭിക്കാൻ. ഹിൽഡ ഷെറി, വേലേപ്പറമ്പിൽ, കാട്ടിപ്പറമ്പ്. ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന്, മകന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന്, സ്വന്തമായി ഭവനം പണിയുന്നതിന്. ബിൻഡോ അഗസ്റ്റ്യൻ, നടുവിലപ്പറമ്പ്, വെളിയമറ്റം. ബിസിനസ് പുരോഗതിയിൽ വരുമാന തടസ്സങ്ങളില്ലാതിൽ നിന്നും സാമ്പത്തികമായി തകർച്ചയിൽ നിന്നും രക്ഷിക്കണമേ. മക്കൾ പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കുന്നതിന്. അൽഫോൻസ ജോർജ്, മകൾക്ക് വേണ്ടി OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടി, മകളുടെ ഭവനം കടബാധ്യതയെല്ലാം മാറുന്നതിന് വേണ്ടി, ജീവിത പങ്കാളിയുടെ അസുഖം മാറുന്നതിന്. പരിശുദ്ധ അമ്മേ, ഈ വായിച്ച എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ അമ്മ ഏറ്റെടുക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിലെ പോലെ ഇപ്പോഴും നന്നേക്കും. ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ കാത്തുകൊള്ളണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേക്കാരന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജമാൽ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 3-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ കാലത്ത് പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന ആഹ്വാനം ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ.
മീര മാത്യൂസ് കാക്കശ്ശേരിയിൽ. എൻ്റെ യേശുവേ, എൻ്റെ അമ്മേ, മീരയുടെ മനസ്സിൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സുണ്ടാവണം. കേൾവി ശക്തി കൂട്ടണമേ. എല്ലാം നന്നായിട്ട് കേൾക്കുവാനുള്ള അവസരം ഒരുക്കി തരണമേ. എൻ്റെ യേശുവേ, എൻ്റെ അമ്മേ, അവളുടെ വയറുവേദന, നടുവേദന, തലവേദന മാറ്റിത്തരണമേ. ബിന്ദു സിവി, കോതാനല്ലൂർ. കുടുംബ നവീകരണം. ഉടമ്പടിയിലെ ജീവിതത്തെ നവീകരിക്കണമേ. ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ. ആൽവിൻ സോണി, കുരിശിങ്കൽ. പരീക്ഷാ വിജയം നേടുന്നതിന്. നല്ല ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാകുന്നതിന്. ജോജോ ജോസഫ്, ജീന ഡാലി. എൻ്റെ മകൻ്റെ കണ്ണിലെ അസ്വസ്ഥതകൾ മാറ്റിത്തരണമേ. അലൻ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കൃപ നൽകണമേ. എൻ്റെ താടിയിലെയും മീശയിലെയും രോമം കൊഴിയുന്ന അസ്വസ്ഥത മാറിക്കിട്ടുവാൻ കൃപ ചൊരിയണമേ. ജൂഡി സോണി, കുരിശിങ്കൽ, കോതമംഗലം. രോഗങ്ങൾ മാറുന്നതിന്, മനസമാധാനം ഉണ്ടാകുന്നതിന്. ബിന്നി സൗഭാഗ്യ, ചേർത്തല. അമ്മേ, അഞ്ജുവിന് ഫ്രീ വിസ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മനുവിന് നല്ല ഒരു ജോലി ലഭിക്കുവാൻ. അമ്മേ, ഞങ്ങളുടെ കടങ്ങൾ സമർപ്പിക്കുന്നു. ജോഷി തോമസ്, കാട്ടവല, കാസർഗോഡ്. മകൾ ഗഹനയ്ക്ക് +2 പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന്. അവളുടെ ഡിപ്രഷൻ സുഖപ്പെടുത്തുന്നതിന്. അവൾക്ക് ഉപരിപഠനത്തിന് നല്ല കോഴ്സ് കണ്ടെത്തുന്നതിന്. സജീന, മൻസിൽ. വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ 10-ാം തീയതി നടക്കുവാൻ. മകൻ്റെ വിസ തടസ്സം മാറുവാൻ. മരുമകന് സ്ഥിരമായ ജോലി ലഭിക്കുവാൻ. സുബീഷ്, പുത്തൻവീട്. മോന് സംസാരശേഷി കിട്ടുവാൻ, നടക്കുവാൻ സാധിക്കണമേ. അവന് പൂർണ്ണാരോഗ്യം കൊടുക്കണമേ. രാജു, വില്ലിശ്ശേരിയിൽ, കൊല്ലം. ഭർത്താവിൻ്റെ അസുഖം പൂർണ്ണമായും സുഖപ്പെടുത്തുന്നതിന് വേണ്ടി. ജോലി സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള ശമ്പളം കിട്ടുന്നതിന് വേണ്ടി. മക്കളുടെ വിദ്യാഭ്യാസം. ലിദ്യ ജോസഫ്, എറണാകുളം. നിയമ വഴിക്ക് നീതി കിട്ടുവാൻ അമ്മയാണ് എൻ്റെ അഡ്വക്കേറ്റ്. എനിക്ക് വഴി കാട്ടണമേ. കടബാധ്യത മാറുന്നതിന്, ജീവിതമാർഗം മെച്ചപ്പെടാനും അപ്പച്ചൻ തമ്പ്രാനോട് അടുക്കുവാനും. മെയ് 14 വെഡ്ഡിങ് ആനിവേഴ്സറി. അമ്മയുടെ ഗിഫ്റ്റ് തരണമേ. കണ്ണീരാണ് ഇത്രയും വർഷം. ഉലഹന്നാൻ, സർജറിയിൽ അസുഖം പൂർണ്ണമായും മാറാൻ. ഒരു കുഴപ്പവുമില്ലാതെ ഉലഹന്നാൻ എന്ന വ്യക്തിയെ അമ്മയുടെ വിശ്വാസിയാക്കാൻ. അബിതയ്ക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സാധിക്കണം. നീനു റിജു, മാളിയേക്കൽ, അരുവിച്ചിറ. വീട്ടിലുള്ള എല്ലാവരും വിശ്വാസത്തിൽ ജീവിക്കുന്നതിന്. അമ്മേ, ബിജു, റിജു, റീന, അമ്മു, അപ്പു, ഞങ്ങളെ ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. അമ്മുക്കുട്ടിയും അപ്പുക്കുട്ടനും ഈശോയെ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ കൃപ ചെയ്യണമേ. ജിസി ജോൺ, കൊട്ടാരപ്പള്ളി, ഇരുട്ടി. ജർമ്മൻ B2 സ്പോക്കിംഗ് എക്സാം പാസ്സാകുവാൻ. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാൻ. വിസ അടിക്കുന്നതിന് രജിസ്ട്രേഷൻ ആകുവാൻ. എത്രയും വേഗം വിസ അടിക്കുവാൻ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അസുഖങ്ങൾ മാറുന്നതിന്. എൻ്റെ വീട്ടിലെ എല്ലാ നിയോഗങ്ങളും സാധിക്കണമേ. ഷൈനി ജോർജ്, മുസൽ. എൻ്റെ മകൾ അന്ന 3 മാസം ഗർഭിണിയാണ്. ഛർദി മാറുന്നതിന്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹയ്ക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി. കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ. സുമിത, മലേഷ്യ. ഈശോയിലും അമ്മയിലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ.
കുടുംബവുമായി ഒത്ത് സമാധാനത്തിൽ കഴിയുന്നതിന്, രോഗശാന്തി ലഭിക്കുന്നതിനും. അമ്മേ മാതാവേ, ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മ വഴി ഭവനങ്ങളിലെല്ലാം അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ കാത്തുകൊള്ളണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങയെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ ചെയ്യണമേ, സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദിവ്യമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. സുമിത, മലേഷ്യ. ഈശോയിലും അമ്മയിലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുവാൻ, കുടുംബത്തിൽ സമാധാനത്തിൽ കഴിയുന്നതിനും രോഗശാന്തി ലഭിക്കുന്നതിനും വേണ്ടി. ബിജു, കൊച്ചിയിലത്ത് അരൂർ. കുടുംബസമാധാനവും തൈറോയ്ഡ് വേരിക്കോസ് മാറുന്നതിന് വേണ്ടിയും, മകൻ്റെ ദുശ്ശീലം മാറുവാൻ, മകൻ്റെ പഠനത്തിൽ പുരോഗതിയും ഭാര്യ സ്നേഹത്തോടെ പെരുമാറുന്നതിനും കണ്ണിൻ്റെ കാഴ്ചശക്തി തിരികെ ലഭിക്കുന്നതിനും വേണ്ടി. ബീന, കണ്ണൻ. ഭാര്യയും ഭർത്താവും സന്തോഷമായി ജീവിക്കുവാനും മകന് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും
നല്ലൊരു ഭവനം ലഭിക്കുന്നതിനും വേണ്ടി ജിതിൻ ഇഗ്നേഷ്യസ് ഫോർട്ടൂച്ചി വിവാഹ തടസ്സം മാറുവാനും ആരോഗ്യവും കേസിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും അനിലിന് കേസ് അടിക്കുവാൻ കൊടുത്തിട്ട് ഇതുവരെയും കേസ് അടിച്ചിട്ടില്ല. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് UK-യിൽ അതിനുവേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം. അനിൽ ജോസഫിന് വിദേശത്ത് നേഴ്സിങ്ങിനായിട്ട് ജോലി ചെയ്യുവാൻ സാധിക്കണം. ജെസി ജോസഫ് ഈശോയുടെ ഹിതം അനുസരിച്ച് സ്വന്തമായി ഭവനം പണിയുവാൻ തുടങ്ങണം. കർത്താവിൻ നാമത്തിൽ ഉന്നത വിജയം ലഭിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധിയും എല്ലാവരും വിശുദ്ധിയിൽ വളരുവാനും ഈശോയോടും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ. ലീന റോയി, പുതുപ്പള്ളിയിൽ കാളാത്തുകടവ്. സ്ഥലം വിൽപ്പന കച്ചവടം നടക്കുവാനും ശിവപ്രസാദ് ഞങ്ങളോട് മേടിച്ച പൈസ തിരിച്ചു തരണം. എൻ്റെ മകന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. ഷൈനി, സ്വന്തമായി സ്ഥലം ഇല്ല, വീടുമില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ള സ്ഥലവും വീടും തരുന്നതിന് വേണ്ടി. കടബാധ്യത സ്വർണം പണയത്തിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടി, ഭർത്താവിൻ്റെ പുകവലി മാറുന്നതിന് വേണ്ടി. ടിൻഡു ജോസ്ന, കാട്ടുകടവിളി വാരണം. ടിൻഡുവിന് അമ്മ ഉദരത്തിൽ തന്നിരിക്കുന്ന 2 കുഞ്ഞുങ്ങളും പൂർണ്ണമായ ആരോഗ്യത്തോടെ ഡിസംബർ മാസത്തിൽ ജനിക്കുന്നതിന് വേണ്ടി. ലീലാമ്മയുടെ മുട്ടുവേദന മാറുവാൻ, റോബിൻ്റെയും ജീനയുടെയും വിവാഹം നടക്കുന്നതിന് വേണ്ടി. ജോബിയുടെയും ജോലി സ്ഥിരമാകുവാനും നല്ല ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടിയും. ഷേർലി കോശിയുടെ മദ്യപാനം മാറണം. റോഷിന് നല്ലൊരു ദൈവസ്നേഹമുള്ള ഒരു കുട്ടിയുമായി കല്യാണം നടക്കണം. കോശിക്ക് 3 വർഷത്തേക്ക് കൂടി പ്രമോഷൻ ജോലിയിൽ കിട്ടണം. ജാസ്മിൻ അനൂപിന് ഇൻ്റർവ്യൂ പാസ്സായി വിദേശത്തെ ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനും. അന്ന ഷൈജു കോട്ടയം, വിദേശത്ത് ജോലിക്ക് വഴി കാണിച്ചു തരണേ അമ്മേ. വീട്ടിൽ കടമെല്ലാം വീട്ടിൽ തരണം. വസ്തു കച്ചവടമാകുവാൻ. രമ്യ സൈമൺ, കുന്തപറ്റത്തിൽ വേനിപ്പള്ളി. മരീറ്റയുടെ റിസൾട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിന് മാതാവെ സഹായിക്കണമേ. ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിത്തരണമേ. അഞ്ജു, ഓസ്ട്രേലിയ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുവാൻ, എൻ്റെ കുടുംബം ആരോഗ്യത്തോടും ആയുസ്സോടും സന്തോഷപൂർണ്ണമാക്കി തീരുവാൻ, എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറുവാൻ. സെലിൻ മേരി, ജൂലൈ 20 നടക്കുന്ന OET എക്സാം പാസ്സാകുവാൻ, ഫാമിലി വിസ അപ്രൂവ്ഡ് ആകുവാൻ, കടബാധ്യതകൾ മാറുവാൻ. സോണി ബിജു, പുതുശ്ശേരി 3-ാം പറമ്പ്. ഞങ്ങളുടെ കൂടെ കുടുംബം ഉണ്ടായിരിക്കണമേ. ഈശോയുടെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. എന്നെ അമ്മയുടെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിക്കണമേ. ബോണി വിജോയി, വിസ ലഭിക്കുവാൻ, ജോലി തടസ്സം മാറുവാൻ, വിദേശത്ത് ജോലി ലഭിക്കുവാൻ, വിസയ്ക്ക് കൊടുത്തിരിക്കുന്ന രൂപ നഷ്ടപ്പെടാതെ പോളണ്ട് എന്ന സ്ഥലത്ത് ജോലി ലഭിക്കുവാൻ. എം ജി ബെന്നിയമ്മ, അനുഗ്രഹ. ഞങ്ങളുടെ കൊച്ചുമോൻ അസുഖം മാറി അവൻ സംസാരിക്കുന്നതിനും മൂത്ത മോളുടെ ജോലി സ്ഥിരമാകുന്നതിനും നല്ല ജോലി ഭാവിക്ക് വേണ്ടിയും ഇളയ മകളുടെ പരീക്ഷ പൂർത്തിയാക്കുവാനും മോൾക്ക് കല്യാണം ശരിയാകുവാനും. ഓമന പ്രസാദ്, മാതാവെ അനുഗ്രഹിക്കണമേ. മകളുടെ നിയോഗം നടക്കുവാൻ, ഫാമിലി അനുഗ്രഹം കിട്ടുവാൻ, അനൂപിന് വിസ കിട്ടുവാൻ, തടസ്സം മാറുവാൻ. ബിയാട്രീസ ജെയിംസ്, മുരുക്കുന്നത്ത് പാതിരപ്പള്ളി.
മകൻ്റെ ഗൾഫിലേക്കുള്ള വിസ തടസ്സം മാറുവാൻ, മകളുടെ വിവാഹം നടക്കുവാൻ, ഭവനം വയ്ക്കുവാൻ, ക്രിസ്റ്റി ഫോൾ തയ്ക്കുന്നിടത്ത് പോട്ട, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിപ്പാൻ, മൊബൈൽ അഡിക്ഷൻ മാറുവാൻ, നേഴ്സിംഗ് 3ാമത്തെ സെമസ്റ്റർ പാസ്സാകുവാൻ, ജൂലി ഫ്രാൻസിസ് 10 തൈവലി വീട് കളാത്തുപുര ഭർത്താവിൻ്റെ കൂദാശ ജീവിതമില്ലാത്ത അവസ്ഥ മാറ്റി തരണമേ. കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി ഉണ്ടാകുവാൻ വിശുദ്ധിയിൽ എല്ലാവരും ജീവിക്കണം. ജനറ്റ് കുരിശപ്പൻ പൂന്തുറ കുടുംബസമാധാനവും മക്കളുടെ നല്ല ജീവിത മാർഗവും സ്വന്തമായൊരു ഭവനം, മകൻ്റെ ജോലി തടസ്സം, വിവാഹ തടസ്സം, മാനസിക തകർച്ച എന്നിവ മാറുവാൻ. വിൽസൺ കുഴിയാശ്ശേരി ദിവ്യയുടെ B2 എക്സാം പാസ്സാകുവാൻ, കുടുംബത്തിലുള്ള എല്ലാവർക്കും അനുഗ്രഹം കിട്ടുവാൻ, വിദേശത്ത് മോൾക്ക് എല്ലാം കിട്ടുവാൻ. എസ്തർ ലീസ് ജെയിംസ് ഉപ്പൂട്ടിൽ ഇരുവിമംഗലം 2 മാസം പ്രായമുള്ള കുഞ്ഞ് സ്വയം പാല് കുടിക്കുവാൻ, കഫക്കെട്ട് മാറുവാൻ. സിബി വർക്കി വേലിക്കത്ത് പറമ്പ് കരുവാടി വീട് കടമുറികളും വാടകയ്ക്ക് ആളില്ലാതെ കിടക്കുന്നു. അവിടത്തേക്ക് ആൾ വരുവാൻ ഇടയാക്കണമേ. ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ സാലറിയിൽ നല്ലൊരു ജോലി കിട്ടണമെന്നും ചേട്ടൻ്റെ കുടുംബത്തിൽ ഉത്തരവാദിത്വമുണ്ടാകുന്നതിനും ഇസ്രയേൽ ജോലിക്ക് പോകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, മക്കളുടെ ഓരോ നിയോഗങ്ങളുടെ മേലും വലിയ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി അമ്മ പുത്രനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജമാൽ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യമക്കളുള്ള സ്നേഹം പ്രകടമാകുന്നതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. റിജോ സെബാസ്റ്റ്യൻ വിട്ടൂർ. ഫയർ 7 വിൽക്കാത്തതിന്, ഡാഡിയുടെ രോഗം മാറുന്നതിന്, എല്ലാ മുറികളും വാടകയ്ക്ക് പോകുന്നതിന്, മിനി ആൻ്റണി വട്ടത്തിൽ വലിയ പറമ്പിൽ വട്ടയാൽ ഔദ്യോഗിക ജീവിതത്തിൽ വിജയം നേടുന്നതിന്, രോഗസൗഖ്യം, ഈശ്വരാനുഗ്രഹം, മോളി ജോസ് ചുങ്കപ്പുര ഹൗസ്, നെല്ലിക്കുന്ന്, തൃശ്ശൂർ. എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ മാറുന്നതിന്, എൻ്റെ മകൾ അന്ന മേരിക്കും അവളുടെ ഡൈവേഴ്സ് സമാധാനപരമായി മാറുന്നതിനും, നല്ല ഒരു ജീവിത പങ്കാളിയും കുഞ്ഞിനെയും നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ മകൻ തോമസിന് UK-യിൽ നല്ല ജോലിയും നല്ല ജീവിത പങ്കാളിയെയും നൽകണമേ. ബാബു ജോർജ്, അമല 2ാമത്തെ BDS പരീക്ഷയിൽ വിജയിക്കണമേ. കടബാധ്യതകളിൽ നിന്നും മോചിപ്പിക്കണമേ. കുടുംബാംഗങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണമേ. ഷീജ സെബാസ്റ്റ്യൻ, മഞ്ഞളി ഹൗസ്. എൻ്റെ മകൻ എബിയും ഓസ്ട്രേലിയയിൽ പോകാനുള്ള കാര്യങ്ങൾ എല്ലാം മാതാവ് സാധിച്ചു തരണമേ. മകളുടെ RCOയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു രോഗങ്ങളും മുടി കൊഴിച്ചിലും മാറ്റിത്തരണമേ. സഹോദരൻ്റെ കുടുംബത്തിന് ലോൺ തന്ന് അനുഗ്രഹിക്കണം. ആൻസമ്മ അഗസ്റ്റിൻ, പനക്കൽ പുരയ്ക്കൽ, ആലപ്പുഴ. മോളുടെ OET എക്സാം പാസ്സാകാൻ, മരുമോൾക്ക് കാനഡയിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ, ബിസിനസ് പുരോഗതിക്ക് വേണ്ടി. മാനുവൽ, പാലിക്കകത്ത്, ജോലി ലഭിക്കുവാൻ, അമ്മയുടെ അസുഖം മാറാൻ, അപ്പ സുഖപ്പെടാൻ. റാണി സേവ്യർ, എറണാകുളം. എൻ്റെ 38 വയസ്സുള്ള മകൻ്റെ വിവാഹം നടക്കുന്നതിന്, അബുദാബിയിലുള്ള എൻ്റെ മകൾ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന്, കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന്. ശോഭ ഷാജി, ചേപ്പാട്. അനീന, പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിന്, ശോഭയുടെ പൈൽസ് മാറുവാൻ, ഷാജിയുടെ ഷുഗർ പൂർണ്ണമായും മാറുവാൻ. ഷൈനി ജെയിൻ, കാക്കശ്ശേരി ഹൗസ്, 4-ാം കല്ല്. ഒരു വീട് പണി തീർത്തു തരണം. മകന് ഒരു ജോലി ലഭിക്കണം. മിനിച്ചേച്ചിയുടെ പണം കൊടുക്കാൻ കഴിയണം. ലിഷ ജോസഫ്, കാവുങ്കൽ ഹൗസ്, കുറ്റിക്കാട്. 25 വർഷത്തെ മദ്യപാനം. ജോസഫിൻ്റെ മെയ് 10 അമ്മ മാറ്റിത്തരണമേ. മെയ് 27 നടക്കുന്ന മകളുടെ BTech എക്സാം പാസ്സാക്കി തരണമേ. നിബിന് സെപ്റ്റംബർ 8 കാനഡയിൽ PR നൽകണമേ.
ആൻസമ്മ ജോസഫ് കരിമ്പറമ്പിൽ കല്ലുപാറ. എൻ്റെ താഴത്തെ വീടും വസ്തുവും നല്ല വിലയ്ക്ക് വിൽക്കുവാൻ അമ്മ ഇടപെടുത്തണം. റയാൻ, ജുവാൻ മക്കൾക്കും സംസാരിക്കുവാൻ അമ്മ സഹായിക്കണം. ജീവിത പങ്കാളിയുടെ നടുവേദന മാറ്റണം. റോസമ്മ മോഹൻ, ചെമ്പകപ്പറമ്പിൽ, ചങ്ങനാശ്ശേരി. എൻ്റെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും വിശ്വാസം ദാനമായി ലഭിക്കുന്നതിന് കൃപ ചൊരിയണം. ആകാശിന് കാഴ്ച ലഭിക്കണം. എത്രയും വേഗം ഒരു ജോലി ലഭിക്കാൻ അനുഗ്രഹിക്കണം. വാടപ്പള്ളിയിലെ സ്ഥലവും ഏറ്റവും വേഗം വിറ്റുകിട്ടാനായി പ്രാർത്ഥിക്കുന്നു. സിസിലി ആൻ്റണി, കണ്ണാടിക്കളത്തിൽ, ചങ്ങനാശ്ശേരി. എൻ്റെ ക്യാൻസർ മാറുന്നതിന്, ടോമിച്ചൻ്റെ ശരീരത്തിൻ്റെ മുഴകൾ മാറാൻ, മദ്യപാനം മാറാൻ ആശ. എൻ്റെ മോളുടെ ജീവിതം അനുഗ്രഹമാകാൻ, വിസ കിട്ടാൻ, അനിയൻ്റെ തടസ്സം മാറാൻ, സമാധാനം കിട്ടാനും എല്ലാത്തിനും വേണ്ടിയും. ക്ലിൻറ്റി ഡിവിൻ, ദീപ്തി ക്ലിൻറ്റിൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മീയ വളർച്ചയ്ക്ക് ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് തിരുക്കുടുംബത്തെ പോലെ പ്രാർത്ഥനയിൽ ജീവിക്കുന്നതിന് വേണ്ടി. ജയശ്രീ എൻ, കരൂർ, പടിക്കതിൽ, പായിക്കുഴി. എൻ്റെ മകൻ ആദർശിന് വിദ്യാഭ്യാസ ഉന്നതിയും ഒരു നല്ല ജോലിയും കിട്ടണം. എൻ്റെ കടങ്ങൾ തീർത്ത് മാതാവ് എൻ്റെ മനസ്സിൽ സമാധാനം തന്ന് അനുഗ്രഹിക്കണം. എൻ്റെ പ്രമാണം എത്രയും പെട്ടെന്ന് എടുക്കണം. എൻ്റെ ഗൾഫിൽ പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. നല്ല രീതിയിൽ ഒരു ജോലി ലഭിക്കണം. ജോസഫ് 1000 തൈ. ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടും കാഴ്ചയില്ല. ഷുഗർ കൂടി മറ്റേ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട്. പിണങ്ങിപ്പോയ ഭാര്യയും മകളും തിരിച്ചു വരാൻ. കെയിൻ്റെ പദ്ധതിയിൽ പുതിയ ഒരു വീട് ലഭിക്കണം. മേരി ഹണി, എൻ്റെ മകളായ സ്നേഹ, മനു ഉന്നത വിജയത്തിന് വേണ്ടി, അവർ ദൈവമക്കളായി വളരുന്നതിന് വേണ്ടി. എൻ്റെ മകൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകൾ മാറുന്നതിനും വേണ്ടി. ട്രീസ, കോട്ടയം. മരുമകൻ വിജോയ്, സ്ട്രോക്ക് വന്ന് സംസാരിക്കുന്നില്ല, സംസാരശേഷി ലഭിക്കണം. തലയിലെ ബ്ലഡ് കോട്ടായത് മാറണം. മകന് 45 വയസ്സായി, വിവാഹം നടക്കണം. ബീന സഞ്ജയ്, മകൻ ഷാരോമിന് എഴുതുവാനുള്ള പ്രയാസം മാറണം. അടുത്ത വർഷത്തെ 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണം. ആശ കുഞ്ഞുമോൻ, എൻ്റെ ബിടെക്കിൻ്റെ എക്സാം ഉന്നത വിജയം. ഷേർലി ജോസഫ്, പനി മാറി തരണം. ഒരു ഭവനം വയ്ക്കണം. രശ്മി, നീലിപ്പറമ്പ്, ഭർത്താവിന് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സ്ഥിരമായി ജോലി ചെയ്യാൻ അമ്മ സഹായിക്കണം. ഈ മാസം തന്നെ കയറി താമസിക്കാൻ പുതിയ ഒരു വീട് ലഭിക്കണം. മകൻ നാളെ നടക്കുന്ന ബാഡ്മിൻ്റണിൻ്റെ കളിയിൽ വിജയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം ലഭിക്കണം. പോൾ, രാജസ്ഥാൻ, മകളുടെ വിവാഹം ഈ വർഷം നടക്കുന്നതിന്, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി. സ്റ്റാൻലി ജോസഫ്, വടശ്ശേരി, ജീവിത വിശുദ്ധിയിൽ വളരുവാൻ, മകൻ ജോയലിന് +1 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാൻ, രോഗപീഠകളിൽ നിന്നും വിമുക്തി നേടുവാൻ. പരിശുദ്ധാമ്മേ, കൃപാസനം എന്ന ഈ പുണ്യഭൂമിയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പുസ്തകങ്ങൾ അച്ഛന് എഴുതുവാൻ ഇനിയും അച്ഛന് സമയവും ആരോഗ്യവും ശക്തിയും കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് ഈ വണക്കമാസം കൂടുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ
ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും എല്ലാ സംരംഭങ്ങളെയും അവിടുന്ന് വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തു പോയവരും ഉടമ്പടി പുതുക്കിപ്പോയവരും എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദത്തുങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 9-ാം തീയതി മിശിഹായുടെ മനുഷ്യാവതാര ഘട്ടത്തിൽ ദൈവമാതാവ് ചെയ്തു വരുന്ന പുണ്യങ്ങൾ. ഒന്നാമത്, ആ ദിവ്യരഹസ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് മുൻപ് ചെയ്തിരുന്ന സൽകൃത്യങ്ങൾ. രണ്ടാമത്, ദൈവദൂതൻ ദൈവമാതാവിനോട് മംഗളവാർത്ത ചൊല്ലിയപ്പോൾ പ്രദർശിപ്പിച്ച സുഹൃതാചാരങ്ങൾ. മൂന്നാമത്, ആ ദിവ്യരഹസ്യം പൂർത്തിയാകുന്നതിന് ശേഷം അനുഷ്ഠിച്ചിരുന്ന പുണ്യങ്ങൾ. ആദ്യം, സകല ഭാഗ്യങ്ങളും നിറഞ്ഞ പരമനായികയായ ഈ കന്യക ബാല്യപ്രായത്തിൽ സർവേശ്വരന് തന്നെ കാഴ്ച കൊടുത്ത് സകല പുണ്യങ്ങളും ചെയ്തു വന്നിരുന്നു. ഈ കന്യക നാൾ തോറും പുണ്യത്തിൽ വർദ്ധിച്ചു വരുന്നത് സർവേശ്വരൻ കണ്ടു സന്തോഷിച്ചു.
തൻ്റെ തിരുക്കുമാരന് യോഗ്യായ മാതാവാകുന്നതിന് വേണ്ടി മേൽക്കുമേൽ ദൈവവരങ്ങളാൽ ഈ കന്യകയ്ക്ക് ദൈവവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ലോകരക്ഷകൻ പൂജാതനാകുന്ന കാലം അടുത്തു വന്നറിഞ്ഞ് ഈ കന്യക എത്രമാത്രം സന്തോഷിച്ചെന്ന് പറഞ്ഞറിയിക്കുവാൻ വയ്യ. മനുഷ്യാവതാരമെന്ന മഹാസംഭവം മൂലം ദൈവത്തിന് അന്തമില്ലാത്ത സ്തുതിയും ഏറെ കാലമായി നിലനിന്ന് പോന്നിരുന്ന പിശാചിൻ്റെ ദാസ്യത്തിൽ നിന്നും മനുഷ്യർക്ക് മോചനവും ഉണ്ടാകുമെന്നറിഞ്ഞു. ഇത് എപ്പോൾ സംഭവിക്കും എന്നായിരുന്നു ജപത്തിലും ധ്യാനത്തിലും മറ്റു സകല കൃത്യങ്ങളിലും മറിയത്തിൻ്റെ ഏകചിന്ത. ദൈവമാതാവ് തൻ്റെ തിരുവുദരത്തിൽ ധരിച്ച ദൈവത്തെ വിശുദ്ധ കുർബാന വഴിയായി നാമും ഉൾക്കൊള്ളുന്നു. എന്നാൽ ആ മാതാവ് ചെയ്തതുപോലെ എല്ലാ വക പുണ്യങ്ങളാലും നമ്മുടെ ഹൃദയം കർത്താവിന് യോഗ്യമായി സിംഹാസനമാക്കുവാൻ തക്കവണ്ണം അലങ്കരിച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ ജപം, ധ്യാനം മുതലായ സൽക്രിയകളിൽ ദൈവമാതാവ് കാണിച്ചു തന്നിട്ടുള്ള ഭക്തിയും സ്നേഹവും ആശയും വിളങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ മേലിലെങ്കിലും ഈ നായികയുടെ നന്മ മാതൃകകൾ കണ്ടുപിടിച്ച് നടപ്പാൻ ശ്രമിക്കണം. രണ്ടാമത്, ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ദൈവമാതാവിൽ വിളങ്ങിയ പുണ്യഫലങ്ങളെപ്പറ്റി ധ്യാനിക്കുക. അത്യന്തം വിരക്തിയായിരുന്നതിനാൽ ദൈവദൂതനെങ്കിലും പുരുഷരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് പരിശുദ്ധ മറിയം പരിഭ്രമിക്കായിരുന്നില്ല. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് തന്നോടറിയിച്ച ദിവ്യരഹസ്യത്തിൻ്റെ സംഭവത്തെപ്പറ്റി സംശയിക്കാതെ ഉടൻ തന്നെ വിശ്വസിച്ചു. എളിമയും അനുസരണവും ഉണ്ടായിരുന്നതിനാൽ തൽക്ഷണം ദൈവകൽപ്പനയിൽ ഇതാ കർത്താവിൻ്റെ ഇടയാട്ടി, അങ്ങേ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് ചൊല്ലി അനുവർത്തിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ആ സുഗത മാതൃക കണ്ടുപഠിക്കുകയും അത് പിൻചൊല്ലുകയും വേണം. അതിൻവണ്ണം നാം പ്രവർത്തിക്കുമെങ്കിൽ ദൈവമാതാവിൻ്റെ പ്രത്യേക ഇഷ്ടന്മാരായി തൻ്റെ സങ്കേതം പ്രാപിക്കുന്നതിന് അർഹരായിത്തീരുന്നതാണ്. മൂന്നാമത്, ആ പരമരഹസ്യം പൂർത്തിയാകുന്നതിന് ഉറാക്കുലശായുടെ അത്ഭുതകരമായ പ്രവൃത്തിയാൽ ഈശോ ഈ കന്യകയുടെ തിരുവുദരത്തിൽ അവതാരം ചെയ്തു. ആ സമയത്തിൽ മറിയത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ വിചാരങ്ങൾ ഭക്തിപൂർവം നിങ്ങൾ ധ്യാനിക്കണം. അതിവിനീതനായ ഈശോ അത്യധികം വണക്കത്തോടെ മറിയം ആരാധിക്കുകയും തൻ്റെ ദൈവമായും മകനായും സ്നേഹിച്ച് തന്നെ മുഴുവനും സ്വന്തം പുത്രനായിരിക്കുന്ന ദൈവത്തിന് കാഴ്ച കൊടുക്കുകയും ചെയ്തു. നാമും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോഴും ഉൾക്കൊണ്ട ശേഷവും ദൈവമാതാവ് കാണിച്ചു തന്നിരിക്കുന്ന സന്മാതൃക അനുസരിക്കുമെങ്കിൽ വലിയ ഭാഗ്യസിദ്ധിക്കും. അപ്രകാരം തക്ക ഭക്തിയോടും നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുമെങ്കിൽ പുണ്യാത്മാക്കൾ നാം ആകുന്നതിന് അതിമതിയായിരിക്കുന്നു. ദൃഷ്ടാന്തം. വടക്കേ അമേരിക്കയിൽ ദ്യോഗോ എന്നു പേരുള്ള ഒരു ഭക്തനുണ്ടായിരുന്നു. നിർധനായിരുന്നെങ്കിലും സന്തുഷ്ടനായി ജീവിച്ചിരുന്ന ഇയാൾ ദൈവമാതാവിൻ്റെ ഒരു പ്രത്യേക ആശ്രിതനായിരുന്നതുകൊണ്ട് ശനിയാഴ്ച തോറും ഒരു കാതം ദൂരമുള്ള മെക്സിക്കോ നഗരിയിൽ പോയി പൂജ കണ്ടിരുന്നു. ആ നഗരിക്ക് പോകുന്ന വഴിമധ്യേ ഒരു ചെറിയ മലയുണ്ടായിരുന്നു. ആ മലയിൽ അജ്ഞാനികൾ പൂർവകാലം മുതൽക്കേ താഗി എന്ന കള്ളദേവതയ്ക്ക് പ്രബലമാവണ്ണം ആരാധന ചെയ്ത് വന്നിരുന്നതിനാൽ അത് എത്രയും കീർത്തിയുള്ളതായി തീർന്നു. എന്നാൽ ദൈവമാതാവ് ഈ സ്ഥലത്തിൽ തന്നെ തനിക്കൊരു പള്ളി ഉണ്ടാക്കാനും തൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹിമ കാണിപ്പാനും തിരുമനസ്സായി. ക്രിസ്തുവർഷം 1531 ഒരു ശനിയാഴ്ച ദ്യോഗോ പതിവ് പോലെ മെക്സിക്കോ നഗരിയിലേക്ക് പൂജ കാണാനായി അതിരാവിലെ പുറപ്പെട്ടു.
മേൽപ്പറഞ്ഞ മലയുടെ സമീപത്തെത്തിയപ്പോൾ ശ്രവണമധുരമായ ഒരു സംഗീത ശബ്ദം കേൾക്കായാൽ അത് എന്തെന്നറിവാനുള്ള ഉത്കണ്ഠയോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഏറ്റവും നല്ല മധുരധ്വനി പുറപ്പെട്ടിരുന്ന ഒരു ചെറിയ മേഘവും അതിനെ ചുറ്റി മഹാപ്രകാശത്തോടു കൂടി ഒരു പച്ചവില്ലും കണ്ടു. ഈ ആനന്ദകരമായ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ മേഘത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നത് പോലെ ഒരു സ്വരം കേൾക്കുമാറായി. മലയിൽ കയറിയപ്പോൾ ഒരു ഉന്നതമായ സിംഹാസനത്തിൽ ഉപമയില്ലാത്ത അഴകും വടിവുള്ള കന്യക എഴുന്നള്ളിയിരിക്കുന്നതും ആ കന്യകയുടെ തിരുമുഖം സൂര്യനെ പോലെ പ്രശോഭിക്കുന്നതും തിരുവസ്ത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ കതിരുകൾ ചുറ്റുമുള്ള കൽപ്പാറകളിൽ മേൽ തട്ടി നവരത്നങ്ങളെ എന്ന പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതും കാണുകയാൽ ദ്യോഗോ സന്തോഷപരവശനായി. സിംഹാസനരൂഢനായ കന്യക അയാളോട് സ്നേഹഭാവത്തിൽ നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പരിശുദ്ധ കന്യകയെക്കുറിച്ചും പൂജ കാണാൻ പോകുന്നു എന്ന് അയാൾ ഉത്തരിച്ചു. അപ്പോൾ ആ കന്യക ഇപ്രകാരം കൽപ്പിച്ച് അരുളി, നിന്റെ ഭക്തിയും എളിമയും എനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നു. ഞാൻ സത്യദൈവത്തിൻ്റെ മാതാവാണ്. ഇവിടെ എൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിയിക്കണം. നിനക്കും വിദേശവാസികൾക്കും അനവധി നന്മകൾ എന്നിൽ നിന്നും ലഭിക്കുന്നതിന് അത് കാരണമാകും. ആകയാൽ നീ ഇപ്പോൾ കണ്ടതും കേട്ടതും മെത്രാനോടുണ്ടായ പ്രകാരത്തിൽ അറിയിക്കണം. ദ്യോഗോ ദൈവമാതാവിൻ്റെ കൽപ്പന പ്രകാരം മെത്രാൻ്റെ അടുക്കൽ പോയി വിവരങ്ങളെല്ലാം ബോധിപ്പിച്ചു. ഇത് വിശ്വാസയോഗ്യമെന്ന് തോന്നിയെങ്കിലും ദൈവനിശ്ചയത്തിൻ്റെ ഒരടയാളം ലഭിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു മെത്രാൻ്റെ മറുപടി. ദ്യോഗോ തിരിച്ചു പോരുമ്പോൾ മേൽപ്പറഞ്ഞ ചെറിയ മലയിൽ മുൻപറഞ്ഞ പ്രകാരം തന്നെ പരിശുദ്ധ മറിയത്തെ വീണ്ടും കണ്ടുമുട്ടി. മെത്രാൻ്റെ വചനങ്ങൾ ദൈവമാതാവിനോട് അറിയിച്ചപ്പോൾ ഒരടയാളം കൊടുക്കാമെന്ന് ആ നാഥ സദയം അരുൾ ചെയ്തു. 2-3 ദിവസത്തിനു ശേഷം ദ്യോഗോ മലയുടെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ ദൈവമാതാവ് അയാൾക്ക് വീണ്ടും പ്രത്യക്ഷനായി. നീ ഈ ചെറിയ മലയിൽ നിന്ന് ചില പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അപ്പോൾ പുഷ്പങ്ങൾ ഉണ്ടാവുന്ന കാലമല്ലായിരുന്നുവെങ്കിലും അയാൾ ദൈവമാതാവിൻ്റെ തിരുവാക്കിനെ വിശ്വസിച്ച് മലയിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന സൗരഭ്യം കൊണ്ടും മനോഹരത കൊണ്ടും വിവിധങ്ങളായ പുഷ്പങ്ങളിൽ കുറേ പറിച്ചുകൊണ്ട് തിരികെ ദൈവമാതാവിൻ്റെ പക്കൽ വരികയും ചെയ്തു. മാതാവ് അവ വാങ്ങി കെട്ടി തിരികെ അയാളുടെ പക്കൽ തന്നെ കൊടുത്തുകൊണ്ട് നീ ഇത് മെത്രാൻ്റെ പക്കലേക്ക് കൊണ്ടുപോവുക എന്ന് കൽപ്പിച്ചു. അയാൾ ഈ പുഷ്പങ്ങൾ തൻ്റെ കുപ്പായത്തിനുള്ളിൽ മറച്ചുകൊണ്ട് മെത്രാൻ്റെ പക്കലേക്ക് ശീഘ്രം പോയി. മെത്രാൻ്റെ പരിചാരകന്മാർ പുഷ്പങ്ങളുടെ സൗരഭ്യം കാണിച്ചതിനാൽ ദ്യോഗയുടെ കുപ്പായം തുറന്നു നോക്കിയപ്പോൾ അസാധാരണമാം വിധത്തിൽ കെട്ടിയുണ്ടാക്കിയ പുഷ്പഹാരം കൊണ്ട് അത്യന്തം വിസ്മയിച്ചു. ദ്യോഗോ മെത്രാൻ്റെ അടുക്കൽ ചെന്ന ഉടനെ പുഷ്പങ്ങൾ കൊടുക്കുന്നതിനായി കുപ്പായം തുറന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമാവണ്ണം എഴുതപ്പെട്ട ദൈവമാതാവിൻ്റെ ഒരു പടം കാണാനായി. ഉടനെ മെത്രാനും ശേഷക്കാരുമെല്ലാം എല്ലാവരും ഭ്രമിച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആ അത്ഭുതകരമായ പടം ഭക്തിപൂർവം നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ മെത്രാൻ എഴുന്നേറ്റ് ദ്യോഗ ധരിച്ചിരുന്ന കുപ്പായമെടുത്ത് തൻ്റെ അരമനയിലുള്ള പള്ളിയിൽ സ്ഥാപിച്ചു. പിറ്റേ ദിവസം മെത്രാൻ അനവധി ജനങ്ങളോടുകൂടെ ദൈവമാതാവ് ദ്യോഗയ്ക്ക് പ്രത്യക്ഷമായ ചെറിയ മല കാണാനായി പോയി. ദൈവമാതാവിൻ്റെ പാദം വെച്ചിടം കാണിക്കണമെന്ന് മെത്രാൻ ദ്യോഗയോട് പറഞ്ഞു. ഭയം കൊണ്ടയാൾ അവിടം കാണിപ്പാൻ പാടില്ലാത്ത നിൽക്കയിൽ അവിടെ നിന്ന് അത്ഭുതകരമായി ഒരു ഉറവ പുറപ്പെട്ടു. ആ ഉറവ ഇപ്പോഴുമുണ്ട്.
മെത്രാൻ ആ അത്ഭുതങ്ങളാൽ ദൈവനിശ്ചയം അറിഞ്ഞ് ആ തിരുസ്ഥലത്തിൽ തന്നെ ഒരു ദേവാലയം പണിയുകയും അതിൽ കുപ്പായത്തിൽ കണ്ട പടം പൂജ്യമാം വണ്ണം സ്ഥാപിക്കുകയും ചെയ്തു. ആ പള്ളി ചെറുതായതിനാൽ 10 ലക്ഷം രൂപ വ്യയം ചെയ്ത് പിന്നീട് വലുതാക്കി പണിയിക്കുകയും ആ ആലയത്തിൻ്റെ ഖ്യാതി ലോകമെങ്ങും ക്ഷണത്തിൽ പരക്കുകയും ചെയ്തു. ഈ സംഭവം കേൾക്കുന്ന ക്രിസ്ത്യാനികളെ ദൈവമാതാവിൻ്റെ വല്ലഭത്വവും ദയവും എത്രയോ വലുതാണെന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ സങ്കേതം പ്രാപിച്ച് പ്രാർത്ഥിക്കുവിൻ. ജപം. ഈശോ മിശിഹായുടെ പരിശുദ്ധ മാതാവേ, ദൈവവചനം അങ്ങേ തിരുവുദരത്തിൽ അവതാരം ചെയ്തപ്പോൾ നീ അനുഭവിച്ച ആനന്ദാതിശയം വാക്കിലടങ്ങുന്നതല്ല. അങ്ങേ തിരുഹൃദയം എല്ലാവിധ പുണ്യങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതിൽ എത്രയോ പ്രിയത്തോടെ മിശിഹ വസിച്ചു. എന്റെ പരിശുദ്ധ മാതാവേ, ഞാനും സ്നേഹത്തിന് വിഷയമായ ഈശോയെ എന്റെ ഹൃദയത്തിൽ പലപ്പോഴും ഉൾക്കൊണ്ട് സൽക്കരിച്ചു. എങ്കിലും നാം തമ്മിൽ എത്രയോ വ്യത്യാസം എന്റെ ഹൃദയത്തിൽ എത്രയോ പ്രാവശ്യം പിശാച് വാസം ചെയ്തു. അങ്ങനെ ഇരിക്കയാൽ ആ പരിശുദ്ധനായ സർവേശ്വരൻ എന്റെ പക്കൽ എഴുന്നള്ളുന്നതെങ്ങനെ? പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരന്റെ മേൽ നിനക്കുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ആധിക്യത്തെക്കുറിച്ച് ഞാൻ വിശുദ്ധ കുർബാന തക്ക ഒരുക്കത്തോടെ ഉൾക്കൊള്ളുന്നതിനായി നിന്നിലുണ്ടായിരിക്കുന്നത് പോലെ ദൈവസ്നേഹം, എളിമ, വിരക്തി മുതലായ പുണ്യങ്ങൾ എനിക്കും നൽകണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചൊല്ലണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സുഹൃദയപം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിരത്തിരിക്കുമാനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതങ്ങൾ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലെ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതേപോലെ എപ്പോഴും നയിക്കും. ആമേൻ. ജന്മഭാവയിലായി വെച്ച പരിശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായവർ മനസ്സിരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാരായണ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധികരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃദയപം, ഹാ മറിയമേ, ഹാ മറിയമേ, ദയുള്ള കന്യകേ, ദയുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹാ മറിയമേ, ഹാ മറിയമേ, ദയുള്ള കന്യകേ, ദയുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹാ മറിയമേ, ഹാ മറിയമേ, ദയുള്ള കന്യകേ, ദയുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ ഓരോരുത്തർ തങ്ങളുടെ സർവേശ്വരന ദൈവമാതാവിന് മുഴുവനായി സമർപ്പിക്കണം. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥാ, പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥാ,